ഹായ് ഫ്രണ്ട്സ്, ബേസിക് ഹാൻഡ് എംബ്രോയ്ഡറി സ്റ്റിച്ചസിൽ വരുന്ന അവസാനത്തെ 4 സ്റ്റിച്ചുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അതിൽ ആദ്യം വരുന്നത് വേവ് സ്റ്റിച്ചാണ്. സ്റ്റിച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 2 ലൈൻ വരച്ചിട്ടുണ്ട്. അതുപോലെ താഴത്തെ ലൈനിലൊന്ന് കെട്ടിട്ട് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ത്രെഡ് ഒന്ന് ഇതുപോലെ മുകളിലേക്ക് വച്ച് കൊടുക്കണം. അത് കഴിഞ്ഞ് ഇതുപോലെ മുന്നിലേക്കൊന്ന് സൂചി കുത്തി ആ മുകളിലത്തെ ലൈനിലേക്ക് ഒരു കോൺ പോലെ സൂചി കുത്തി വലിച്ചെടുക്കണം. ആ ത്രെഡ് വലിച്ചെടുത്ത് കുറച്ചൊന്ന് ടൈറ്റാക്കി കൊടുക്കണം. അതിനുശേഷം പുറത്തേക്ക് കൂടി ആ ത്രെഡ് അടിയിലേക്ക് കുത്തിയിറക്കി. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു സ്റ്റിച്ച് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അടുത്ത സ്റ്റിച്ച് ചെയ്യാനായിട്ട് ആദ്യത്തെ സ്റ്റിച്ച് ചെയ്ത ആ താഴ്ഭാഗത്തുള്ള ലൈനിൽ തന്നെ ആ സ്റ്റിച്ചിനടുത്തായിട്ട് വീണ്ടും സൂചി ഒന്ന് കുത്തിയെടുക്കണം. അതിനുശേഷം ആദ്യം ചെയ്തതുപോലെ തന്നെ നൂലൊന്ന് മുകളിലേക്ക് ഒന്ന് വച്ച് കൊടുക്കണം. അതിനുശേഷം കുറച്ച് മാറ്റി ഒന്ന് സൂചി കുത്തി ആ മുകളിലത്തെ ലൈനിലേക്ക് ഒരു ക്രോസായിട്ട് കോൺ പോലെ സൂചി ഒന്ന് കുത്തിയെടുക്കണം. ഇതുപോലൊന്ന് ചെയ്തെടുക്കാം. അപ്പോൾ അടുത്ത സ്റ്റിച്ചും ഇതുപോലെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ആ സ്റ്റിച്ചിന് പുറത്തേക്ക് ഇതുപോലെ ഒന്ന് സൂചി ഒന്ന് കുത്തിയിറക്കി കൊടുക്കാൻ വേണം. ഇതുപോലെ നമുക്കൊന്ന് അത് കംപ്ലീറ്റ് ആക്കി കൊടുക്കാം. ഇനി അടുത്തതായിട്ട് വരുന്നത് ലൂപ്പ് സ്റ്റിച്ചാണ്. അതിന് വേണ്ടി ഒരു 3 ലൈനാണ് ഞാൻ വരച്ചു കൊടുത്തിട്ടുള്ളത്. തന്നെ ആ നടുവിലത്തെ ലൈനിലൊന്ന് കെട്ടിട്ടെടുത്തിട്ടുണ്ട്. അതിനുശേഷം ആ താഴത്തെ ലൈനിലേക്കൊന്ന് സൂചി കുത്തി ആ ഏറ്റവും മുകളിലുള്ള ലൈനിലേക്ക് സൂചി ഒന്ന് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലൊന്ന് സൂചി വലിച്ചെടുത്ത ശേഷം അപ്പോൾ നമുക്ക് ആ താഴ്ഭാഗത്തായിട്ടൊരു സ്റ്റിച്ച് വീഴും. അതിനകത്തുകൂടി ഒന്നും കൂടെ ഒന്ന് സൂചി കയറ്റി വലിച്ചെടുക്കണം. അതൊന്ന് നന്നായിട്ടൊന്ന് മുറുക്കി കൊടുക്കണം. ആ നടുവിലത്തെ ലൈനിലേക്ക് മാറ്റി അപ്പോൾ അവിടെ ഒരു ലൂപ്പ് കിട്ടും. ഇതാണ് ലൂപ്പ് സ്റ്റിച്ച്. അടുത്ത സ്റ്റിച്ച് ചെയ്യാനായിട്ട് വീണ്ടും ആ താഴ്ഭാഗത്ത് നിന്നും ഏറ്റവും മുകളിലത്തെ ലൈനിലേക്ക് ഇതുപോലെ ഒന്ന് സൂചി കുത്തി അപ്പോൾ നമുക്ക് അടുത്തൊരു സ്റ്റിച്ച് കിട്ടും. അതിനുള്ളിലേക്ക് കൂടി ഈ സൂചി ഒന്ന് ഇതുപോലെ ഒന്ന് വലിച്ചെടുക്കണം. ശേഷം അതിനൊന്ന് ആ നടുവിലത്തെ ഭാഗത്തേക്കായിട്ട് സൂചി ഒന്ന് കൊണ്ടുവരണം. അങ്ങനെ നമുക്കിവിടെ 2 സ്റ്റിച്ച് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് അടുത്ത സ്റ്റിച്ച് ഒന്ന് ചെയ്ത് നോക്കാം. ലൈൻ സ്റ്റിച്ചൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. ബോർഡറിനൊക്കെ കൊടുക്കാനായിട്ടൊക്കെ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ കുറച്ച് ഗ്യാപ്പ് ഇട്ടാണ് ഈ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇത് വേണമെങ്കിൽ നമുക്ക് അടുപ്പിച്ച് വേണമെങ്കിലും ഈ ഗ്യാപ്പില്ലാതെ സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. അടുത്തതായിട്ട് വരുന്നത് കോറൽ സ്റ്റിച്ചാണ്. അതിനായിട്ട് ഒരു ലൈനാണ് വരച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ ത്രെഡ് ഒന്ന് കെട്ടിട്ടെടുത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് മുന്നിലേക്കായിട്ട് സൂചി ഇങ്ങനെ ആ ലൈനിന് താഴെ ഭാഗത്ത് നിന്നും മുകൾ ഭാഗത്തേക്ക് ഇതുപോലെ ഒന്ന് കുത്തി വയ്ക്കണം. അതിനുശേഷം ഈ ത്രെഡൊന്ന് അതിലൊന്ന് ചുറ്റി കൊടുക്കുക വേണം. ഇതുപോലെ ഒന്ന് സൂചിയിലൊന്ന് ത്രെഡ് ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ആ ത്രെഡ് വലിച്ചെടുക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു സ്റ്റിച്ച് കിട്ടും. ഇതാണ് കോറൽ സ്റ്റിച്ച്. ഒരുപാട് ഗ്യാപ്പ് ഇടണ്ട, കുറച്ച് ഗ്യാപ്പ് മതി. അടുത്ത സ്റ്റിച്ചും അതുപോലെ ഒന്ന് ചെയ്തെടുക്കണം. വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റിച്ചാണിത്.